18 മണിക്കൂറായി ഞാൻ ലൈനിൽ നിൽക്കണം. ഇന്നലെ 5 മണിക്ക് ഞാൻ കയറിയതാണ് ലൈനിൽ പമ്പയിൽ. അവിടെ നിന്ന് ഇവരൊരു എങ്ങാണ്ടോ കൊണ്ട് കയറ്റിയിട്ടു. 3 മണിക്കൂർ അവിടെ കൂട്ടിയിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് രാവിലെ തുടങ്ങിയതാ. ഇപ്പം ഇവിടെ എത്തി. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. പക്ഷെ എന്നാലും നമ്മൾ ആ പ്രകാരം പോകണം വിചാരിച്ചിട്ടാണ്. നമുക്കെന്ന് വെച്ചാൽ പാർട്ടിയും കാര്യങ്ങളില്ല. ഇപ്പം എന്താ വെച്ചാൽ ഈ ലാസ്റ്റ് ലൈൻ ആയതുകൊണ്ട് ഓരോരുത്തർ കയറുക ഇറങ്ങുക കയറുക ഇത് തന്നെ. ഈ ലൈന് മാത്രം മൂവ് ആവുന്നില്ല. പമ്പയിലെത്തുന്ന തീർത്ഥാടകർക്ക് 24 മണിക്കൂർ പിന്നിട്ട ശേഷമാണ് 18ാം പടി കയറാൻ കഴിയുന്നത്. 10 മുതൽ 12 മണിക്കൂർ വരെ ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥ. ചില ഘട്ടങ്ങളിൽ അത് 18 മണിക്കൂർ വരെയാവും. പ്രായമായവർ മുതൽ കുഞ്ഞു മാളികപ്പുറങ്ങൾ വരെ തിരക്കിൽ പ്രയാസപ്പെടുന്നു. എന്തോ പറയാനാ, 20 മണിക്കൂറായി നിൽക്കുന്നു. അത് കാരണം കഴിഞ്ഞത് വരെ വന്നിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അത് ആദ്യമായിട്ടാണ്. ദർശനത്തിനുള്ള ക്യൂ സന്നിധാനം മുതൽ അപ്പാച്ചിമേട് വരെ നീളുന്നു. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള യാത്രയിൽ ഭക്ഷണവും വെള്ളവും കിട്ടുന്നില്ലെന്ന പരാതിയുമുണ്ട്. ചുക്ക് കാപ്പി ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡറിൽ എത്തുന്നുണ്ട്. ഞങ്ങളിവിടെ കൊടുക്കുന്ന ഇങ്ങനെ മനുഷ്യന്മാരെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ലൈനാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിനകത്തേക്ക് ആക്കിയതാ. ഈ ലൈൻ അനങ്ങിയിട്ടില്ല. முதல்ல அடைச்சு விட்டாங்க. குழந்தை ஒன்றுக்கு போகிற கூட யூரின் பாஸ் பண்ண கூட முடியல. அப்படி மணிக்கணக்கில் அடைச்சி வைக்கிறாங்க. குடிக்க தண்ணி இல்லை, ஒரு சுத்தமான டாய்லெட், க்ளீன் டாய்லெட் இல்லை. நிறைய பிரச்சனை தான். சாப்பிடவே இல்லை. நேற்று மதியம் ஸ்டார்ட் பண்ணோம் பம்பல. മണിക്കൂറുകൾ കാത്തിരുന്ന് 18ാം പടി ചവിട്ടിയവർ പോലീസിനോടുള്ള നീരസം തുറന്നു പറഞ്ഞു. ഇത് കുഴந்தைய நீ எதுக்கு கூட்டிட்டு வரேன்னு ஒரு போலீஸ்காரர் கேக்குறான். ரொம்ப கஷ்டம் சாமி. ரொம்ப மக்களை வந்து ரொம்ப கஷ்டப்படுத்தி அடிக்கிறாங்க, முதுகுல குத்தி தூக்கி தள்ளுறாங்க. அது வேணா என்னோட கம்ப்ளைண்டா இருக்கு. ദേവസ്വം ബോർഡിനോടും തീർത്ഥാടകർക്ക് ചിലത് പറയാനുണ്ട്. വരുന്ന വഴിക്ക് ഒരു കുടിക്കുന്ന വെള്ളം തന്നെ കിട്ടാത്ത പല ഭാഗങ്ങളും ഉണ്ട്. മണിക്കൂർ കണക്കിന് പിടിച്ചിടുമ്പോൾ അതിനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യണം. ഇന്നലെ രാത്രി പകല് 3 മണിക്ക് കയറിയതാ ലൈനിൽ. ഞാൻ 17 കൊല്ലം ഈ വരുന്നത്. ഇതുവരെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. തമിഴ്നാട് സ്വദേശിയായ അയ്യപ്പ ഭക്തൻ അപ്പാച്ചിമേട്ടിൽ കുഴഞ്ഞു വീണു മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി ദണ്ഡപാണിയാണ് മരിച്ചത്. പമ്പ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു. തിരക്ക് നിയന്ത്രിക്കാൻ വരും ദിവസങ്ങളിൽ 500 പോലീസുകാരെ കൂടി വിന്യസിക്കും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.